നമസ്കാരം. മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് മേലൊരു ഭീഷണിയായി ചൈന നിലകൊള്ളുമ്പോൾ ചൈനയെ പ്രതിരോധിക്കാൻ തക്ക കണക്കിലുള്ള ഒരു വലിയ നീക്കമാണ് ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ഒരു കൂറ്റൻ ജലബോംബ് അത് ചൈന പണിതുയർക്കുന്നു. നാളെ ഒരു സമയത്ത് ഇന്ത്യക്ക് മേൽ അതിൻ്റെ വലിയൊരു പാപഫലമുണ്ടാകുമെന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഏറ്റവും ഉയരമുള്ള മറ്റൊരണക്കെട്ട് നിർമ്മിക്കാനൊരുങ്ങുന്നു. ചൈനയുടെ ആ കൂറ്റൻ അണക്കെട്ടിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുന്നു, മറുപടി നൽകുന്നു ബ്രഹ്മപുത്രയിൽ ഇന്ത്യ. ബ്രഹ്മപുത്ര നദിയിൽ ചൈന അണക്കെട്ട് നിർമ്മിക്കാനുള്ള നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് ബ്രഹ്മപുത്രയിൽ തന്നെ ഇന്ത്യയും വലിയൊരു അണക്കെട്ട് നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ദിബാങ്ങിലാണ് ഈ കൂറ്റൻ അണക്കെട്ട് നിർമ്മിച്ച് ചൈനയ്ക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. ബ്രഹ്മപുത്രയിൽ ചൈന വലിയൊരു അണക്കെട്ട് നിർമ്മിച്ച് ഇന്ത്യക്ക് വലിയ ഭീഷണി ഭാവി കാലത്തുണ്ടാക്കുമെന്ന ഒരു സൂചന നേരത്തെ ലഭിച്ചിരുന്നു. ചൈന ഇനിയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഈ കൂറ്റൻ ജലബോംബ് വെച്ചായിരിക്കുമെന്നുള്ള ആശങ്കകൾ വിദേശകാര്യ വിദഗ്ധർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരണക്കെട്ട് നിർമ്മിച്ചാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ അതിൽ നിന്നും ജലം തുറന്നു വിട്ടാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ മുങ്ങിപ്പോകും. കൂറ്റൻ വെള്ളപ്പൊക്കമുണ്ടാകും, പ്രളയമുണ്ടാകും, ആൾനാശമുണ്ടാകും, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടാണ് പുതിയ അണക്കെട്ട് ഇന്ത്യ നിർമ്മിക്കുന്നത്. 278 മീറ്റർ ഉയരത്തിലാണ് ഈ അണക്കെട്ട് ഉയരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. 17,069 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പ്ലാൻ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആഗോള ടെൻഡറാണ് വിളിച്ചിരിക്കുന്നത്. അണക്കെട്ടിൻ്റെ നിർമ്മാണം 2032 പൂർത്തീകരിക്കണം. 2880 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും ഈ അണക്കെട്ടിൻ്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലുള്ള വൈദ്യുതി ഉൽപ്പാദനവും ഒപ്പം പ്രതിരോധ ശക്തിയായും പ്രതിരോധ കവചമായും ഈ അണക്കെട്ട് മാറുമെന്ന് വേണം കരുതാൻ. ചൈന തുടങ്ങിയിരിക്കുന്നത് ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ ഒരു അണക്കെട്ട് നിർമ്മാണത്തിലേക്കാണ്, അതും ബ്രഹ്മപുത്രയിൽ. അതുതന്നെയാണ് ഇന്ത്യക്ക് വലിയ ഭീഷണിയുള്ളത്. ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശിനടുത്തുള്ള നിങ്ചിയിലാണ് 16,700 കോടി ഡോളറിൻ്റെ കൂറ്റൻ നിർമ്മാണ പ്രവർത്തികൾ ചൈന തുടങ്ങിയിരിക്കുന്നത്. 5 വൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പുതിയ അണക്കെട്ട്. അതും ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ചൈനയുടെ തന്നെ ത്രീ ഗോർജസ് ഡാം പദ്ധതിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അതിനേക്കാൾ വലിയ ഒരു കൂറ്റൻ അണക്കെട്ടായി ബ്രഹ്മപുത്രയിൽ ഇത് മാറും. മാലയൻ നിരകളിലൂടെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് വളഞ്ഞൊഴുകുന്ന വൻ മലയിടുക്കിലാണ് ഈ പദ്ധതി അവർ നടത്തുന്നത്. അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകിയെത്തുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ആ മേഖലയാകട്ടെ പരിസ്ഥിതി ലോല മേഖലയും. പല തവണയായി പല ഘട്ടങ്ങളിലായി അവിടെ ഭൂചലനങ്ങളടക്കം ഉണ്ടാകാറുണ്ട്. ഇന്ത്യ ഈ ഒരു വിഷയം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ ചെവിക്കൊള്ളാൻ ചൈന തയ്യാറായിട്ടില്ല. കാരണം ചൈനയുടെ ലക്ഷ്യം മറ്റു പലതാണ്. ഇനി നയതന്ത്ര തലത്തിലൂടെയുള്ള വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇന്ത്യക്ക് മേൽ പ്രതിരോധം തീർക്കാനായി ഈ അണക്കെട്ടിനെ ഒരു ഭീഷണിയായി ഉപയോഗിക്കാമെന്നാണ് നിലവിൽ കരുതുന്നത്. അണക്കെട്ട് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവിനെ ബാധിക്കില്ലെന്ന് ചൈന മറുപടി നൽകിയെങ്കിൽ പോലും ചൈനയുടെ ഈ വാക്കിനെ വിശ്വസിക്കാൻ ഇന്ത്യ ഒരു കാലത്തും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധമെന്ന രീതിയിൽ ഇന്ത്യയും കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുക്കുന്നത്. അതേസമയം ഒരു തരത്തിലും ശത്രുക്കളുടെ യാതൊരുവിധ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളോ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളോ വിലപ്പോകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഭീഷണികളെ ഒക്കെ തന്നെ ചുരുട്ടിക്കൂട്ടി ഇന്ത്യ വ്യോമാതിർത്തിയിൽ കരുത്തു കാട്ടുകയാണ്. യുദ്ധതന്ത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ പലതരത്തിലുള്ള ഭീഷണികളെ ഭയപ്പെടേണ്ടതുണ്ട്. പാകിസ്ഥാനുമായും അതുപോലെ ചൈനയുമായും ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരുപാട് ഭീഷണി ഉയർന്നിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് സമീപഭാവിയിൽ ശക്തമായ പല മാർഗങ്ങളും ഇന്ത്യക്ക് അവലംബിക്കേണ്ടി വരും. അവിടെ മുൻനിര പോരാളിയായി നിൽക്കുന്ന വ്യോമസേനയെ സംബന്ധിച്ച് കൂടുതൽ കാലോചിതമായ മാറ്റങ്ങൾ സൈന്യത്തിനുള്ളിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. അത്യാധുനിക ആയുധങ്ങൾ, പടക്കോപ്പുകൾ, അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങൾ. ആധുനിക യുദ്ധരംഗങ്ങളിൽ അനിഷേധ്യ സാന്നിധ്യമായി സ്റ്റെൽത്ത് വിമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രണുകൾ ഉണ്ടാക്കാനായി വ്യോമസേന ശ്രമം നടത്തുന്നത്. അതിൽ ആളില്ല സ്റ്റെൽത്ത് വിമാനങ്ങളുടെ 20ഓളം സ്ക്വാഡ്രണുകളെങ്കിലും 2040 നമുക്ക് പൂർത്തീകരിക്കണമെന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് കടക്കുന്നത്. ഒരു സ്ക്വാഡ്രണിൽ 300 മുതൽ 400 വരെ യുദ്ധവിമാനങ്ങൾ, അങ്ങനെ മൊത്തം 20 സ്ക്വാഡ്രണുകളായി ഉൾപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യ നിയന്ത്രിതമായ യുദ്ധവിമാനങ്ങളുടെ 42 സ്ക്വാഡ്രണുകൾ സാധ്യമാക്കുക എന്ന വ്യോമസേനയുടെ സ്വപ്നത്തിന് സമാന്തരമായി തന്നെ ആളില്ലാ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സ്ക്വാഡ്രണും
ഇന്ത്യക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. ചെറിയ സ്റ്റെൽത്ത് ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ മുതൽ വലിയ ആളില്ലാ സ്റ്റെൽത്ത് വിമാനങ്ങൾ വരെ പലവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ തയ്യാറാക്കും. 1 ടൺ മുതൽ 13 ടൺ വരെ ഭാരമുള്ള യുദ്ധവിമാനങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വ്യോമസേനയ്ക്കുണ്ടാകും. രാജ്യത്തിൻ്റെ സ്ഥിരം ശത്രുരാജ്യങ്ങളായിട്ടുള്ള പാക്കിനെതിരെയും അതുപോലെ ഭീഷണി ഉയർത്തുന്ന ചൈനയ്ക്കെതിരെയും സാഹചര്യങ്ങൾക്കതനുസരിച്ച് പോരാടിക്കൊണ്ടിരിക്കാൻ ഇവയ്ക്ക് കഴിയും. 20 സ്ക്വാഡ്രണിൽ ഓരോ സ്ക്വാഡ്രണിലും 16 മുതൽ 20 വരെ ആളില്ലാ യുദ്ധവിമാനങ്ങളാണ് സേന ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ 400 വരെ. അത് പ്രധാനമായും 3 തരത്തിലായിരിക്കും തരംതിരിക്കുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ CCA കൊളാബറേറ്റീവ് യുദ്ധവിമാനങ്ങൾ, ആളില്ലാ യുദ്ധക്കപ്പലുകളോടൊപ്പം തന്നെ രൂപപ്പെടുത്തിയതാണ് ഇത്. 1 മുതൽ 5 ടൺ വരെ ഇതിന് ഭാരമുണ്ടാകും. മനുഷ്യർക്കൊപ്പമോ അല്ലാതെയോ സഹകരിച്ചുകൊണ്ട് യുദ്ധമേഖലയിൽ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. അതിൽ സെൻസറുകൾ, ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ, അതായത് ബ്രഹ്മോസ്, സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ സിസ്റ്റം എന്നിവയൊക്കെ തന്നെ ഉൾപ്പെടുത്താനായി ഇതിന് കഴിയും. ഇത് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കൃത്യമായി തന്നെ ലക്ഷ്യത്തിലേക്ക് കടക്കും. 10 മുതൽ 12 വരെ CCA സ്ക്വാഡ്രനുകളാണ് വ്യോമസേന ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്തതായി ടാക്ടിക്കൽ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ. രണ്ടാമത്തത് ഇതാണ്. 5 മുതൽ 10 ടൺ വരെ ഭാരം വരുന്ന ഇവ രുദ്രം ആൻറ്റി റേഡിയേഷൻ മിസൈൽ അല്ലെങ്കിൽ ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്നവയായിരിക്കും. ശത്രുവിൻ്റെ ഏതുതരം ലക്ഷ്യസ്ഥാനത്തേക്കും കൃത്യമായി പാഞ്ഞെടുക്കാൻ ഇതിന് കരുത്തുണ്ട്. മൂന്നാമതായി പറയേണ്ടത്, അതും ഏറ്റവും ഭാരമേറിയതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ആളില്ലാ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ. 10 മുതൽ 13 ടൺ വരെ ഭാരം. DRDOയുടെ ഘാതക് എന്ന ആളില്ലാ കോമ്പാക്ട് ഏരിയൽ വിമാനം ഇതിൽ ഉൾപ്പെടും. 5ാം തലമുറ സാധാരണ യുദ്ധവിമാനങ്ങളുടെ എല്ലാ കഴിവും ഈ വിഭാഗങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. 4 ടൺ പേലോഡ് വരെ വഹിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് സ്വതന്ത്രമായ മെഷീനുകൾക്കോ CCA ഡ്രോണുകൾക്കൊപ്പമോ ഉപയോഗിക്കാൻ കഴിയും. വ്യോമ ആക്രമണങ്ങൾക്കായും ആകാശത്തു നിന്നും കരയിലേക്കുള്ള ലക്ഷ്യങ്ങൾ തൊടുക്കാനും അതിനെ നോക്കിക്കാണാനും പ്രതിരോധിക്കാനുമൊക്കെ ഇതിന് സാധിക്കും. 3 വർഷത്തിനകം തന്നെ ഇതിൻ്റെ മാതൃക തയ്യാറാക്കി നൽകാനാണ് DRDO ശ്രമിക്കുന്നത്. അതിനുശേഷം HAL മാതൃക തയ്യാറാക്കുന്നതനുസരിച്ച് ഇവ സേനയുടെ ഭാഗമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.